ജില്ലാ ആശുപത്രിയായി ഉയർത്തുന്നതിന് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. നിർമ്മാണം ഏറ്റെടുത്ത സ്വകാര്യ കമ്പനിയുടെ വീഴ്ചയാണ് നടപടികൾ മന്ദീഭവിക്കാൻ കാരണമെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭയിൽ ഉടുമ്പൻചോല എംഎൽഎ അഡ്വക്കേറ്റ് സേനാപതി വേണു ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. താലൂക്ക് ആശുപത്രി നെടുങ്കണ്ടത്ത് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ആശുപത്രിയാണ്. ഇതിന്റെ കെട്ടിടം പൊളിച്ചിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. കെട്ടിടങ്ങളുടെ നിർമ്മാണം ഇപ്പോഴും പാതി വഴിയിൽ നിൽക്കുകയാണ്. ആയിരക്കണക്കിന് രോഗികളാണ് പ്രതിദിനം ഈ ആശുപത്രിയിൽ എത്തുന്നത്. കാരണം തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. ആലപ്പുഴ ജില്ലയേക്കാൾ വലുതാണ് ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ വലിപ്പം. അപ്പോൾ ഇത്രയും വിസ്തൃതമായ ഒരു മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രി പൊളിച്ചിട്ടിട്ട് 6 വർഷത്തിലേറെ ആയിരിക്കുകയാണ്. ഇപ്പോ ആശുപത്രിയുടെ പ്രധാനപ്പെട്ട പല വിഭാഗങ്ങളും പ്രവർത്തനമില്ലാത്ത സ്ഥിതിവിശേഷമാണ്. ജനങ്ങൾ വീർപ്പുമുട്ടുന്നു. അതോടൊപ്പം പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് ഒന്നുകിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ദൂരസ്ഥലത്തേക്ക് പോകേണ്ട സ്ഥിതിവിശേഷമാണ്. കിഫ്ബി ഏറ്റെടുത്ത് പണിയുന്ന കെട്ടിടമാണ് ഇപ്പോൾ 52%, 54% മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത് പൂർത്തീകരിക്കാത്തതുകൊണ്ട് അവിടുത്തെ തൊഴിലാളികൾ, സാധാരണക്കാർ ദൈനംദിനം ഈ ആശുപത്രിയിൽ എത്തുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകണം. ഈ കെട്ടിടങ്ങളുടെ പണി ഉടൻ പൂർത്തീകരിക്കണം. അതോടൊപ്പം ഒരു ഫോറൻസിക് സർജനെ കൂടി പോസ്റ്റ് ചെയ്തുകൊണ്ട് അടിയന്തരമായി പോസ്റ്റ്മോർട്ടങ്ങൾ അവിടെ നടത്താനുള്ള സാഹചര്യം ഒരുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇക്കാര്യത്തിൽ വളരെ സത്വരമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് അഭ്യർത്ഥന. ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയെ ഉയർത്തുന്നതിന് 8 നിലകൾ വീതമുള്ള OP വിഭാഗത്തിനായൊരു കെട്ടിടവും അതുപോലെ കാഷ്വാലിറ്റി, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു കെട്ടിടവും കിഫ്ബിയുടെ ധനസഹായത്തോടെ 149 കോടി രൂപ വകയിരുത്തി ഹൈറ്റ്നസ് എന്നൊരു ഏജൻസിയാണ് അന്ന് നിയോഗിച്ചത്. ഇത് 2019 മാഡം ഇതിന്റെ കെട്ടിട നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രവൃത്തിയുടെ ഭരണാനുമതിയും മറ്റു കാര്യങ്ങളെല്ലാം നൽകിയെങ്കിലും ഈ ഹൈറ്റസ് എന്ന ഏജൻസി ആ നിർമ്മാണ കാര്യത്തിൽ കുറെ വീഴ്ച വരുത്തിയതിന്റെ ഫലമായിട്ടാണ് തുടർന്നുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ബഹുമാനപ്പെട്ട അംഗം ഇക്കാര്യത്തിൽ എൻ്റെ ഓഫീസിൽ വന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രപ്പോസലും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികൾ പെട്ടെന്ന് ആരംഭിച്ച് ആ കെട്ടിടം പൂർത്തീകരിക്കാനും ആവശ്യത്തിനുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കാനും ഗവൺമെന്റ് തീരുമാനിച്ചു.